യമൻ്റെ ചില ഭാഗങ്ങളിൽ വലിയ തോതിൽ മഞ്ഞ് വീഴ്ചയുണ്ടായി. അതിൻ്റെയും വളരെ രസകരമായിട്ടുള്ള വീഡിയോസ് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സുനാമി 2005 സുനാമി അടിച്ചത്. സുനാമി അടിക്കുന്നതിന് മുമ്പ് നൗഫൽ എന്തെങ്കിലും ബീച്ചിൽ പോയിരിക്കുമ്പോൾ ആലോചിച്ചിരുന്നു ഈ കാണുന്ന തിരകൾ ഇങ്ങനെ ആകാശം മുട്ട ഉയരാൻ ശേഷിയുള്ളതാണെന്നും എൻ്റെ മാത്രം ഈ ഫ്ലാറ്റുകളൊക്കെ കടപുഴക്കി എറിയാൻ പാകത്തിൽ ശക്തിയുള്ള സാധനമാണെന്ന് കരുതിയിട്ടില്ലല്ലോ. സുനാമി വന്നതിന് ശേഷമാണ് മനുഷ്യൻ തിരമാലയ്ക്ക് ഇങ്ങനെയും ഒരു സാധ്യത ഉണ്ടല്ലേ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ അങ്ങനെ പലതുമുണ്ട്. പ്രകൃതിയെ കീഴടക്കി എന്നൊക്കെ ഡയലോഗ് അടിക്കുക എന്നല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. യമൻ്റെ ചില ഭാഗങ്ങളിൽ വലിയ തോതിൽ മഞ്ഞ് വീഴ്ചയുണ്ടായി. അതിൻ്റെയും വളരെ രസകരമായിട്ടുള്ള വീഡിയോസ് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. യമനിൽ പ്രത്യേകിച്ച് ആ റീജിയനിൽ അസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ഭാഗത്ത് ഹീറ്റ് വേവിൻ്റെ പേരിലുള്ള അടിപിടിയും പിന്നെ പ്രശ്നങ്ങളും നടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് അതൊരു മരുഭൂഭാഗമാണ്. അവിടെ സ്നോഫാൾ, അതും ഒരു റയർ സീസണിൽ സ്നോഫാൾ ഉണ്ടാകുന്നതിൻ്റെ വാർത്ത. അപ്പോൾ പ്രകൃതിയുടെ ഇങ്ങനത്തെ പല സന്ദർഭങ്ങൾ പലതും നമ്മൾ കാണുന്നു, കേൾക്കുന്നു. അതിൽപ്പെട്ട ആശ്ചര്യകരമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലൊക്കെ ആളുകൾ ഹീറ്റ് വേവ് കാരണം പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെയുള്ള വാർത്ത നൂറ്റാണ്ടിലൊക്കെ കൗതുകകരമായിട്ടുള്ള ആശ്ചര്യകരമായൊരു വാർത്തയായിരിക്കും.